ആലപ്പടമ്പിൽ തോട്ടിൽ കുളിച്ച കുട്ടികൾക്ക് ചൊറിച്ചിലും പിണർപ്പും. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. കാങ്കോൽ ആലപ്പടമ്പ് പായ്യത്ത് തോട്ടിൽ കുളിച്ച കുട്ടികൾക്ക് ചൊറിച്ചിലും പിണർപ്പും അനുഭവപ്പെട്ടതായി പരാതി. കുട്ടികളെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സക്ക് വിധേയരാക്കി. ആലപ്പടമ്പ് കുന്നിൻമുകളിലെ വ്യവസായ മലിനീകരണം തോടിനെ ബാധിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. ഇവിടെ ലാറ്റക്സ് കമ്പനി സ്ഥാപിച്ചതോടുകൂടി ആണ് ഈ കുട്ടികൾക്ക് തോട്ടിനകത്ത് കുളിച്ച കുട്ടികൾക്ക് ഈ പറഞ്ഞ സ്കിൻ രോഗങ്ങൾ, പിന്നെ അലർജി രോഗങ്ങൾ വന്നത്. അതിനെ നമുക്ക് ഒന്നുകൂടി ബലപ്പെടുത്തുന്ന ഒരു സംശയമാണ് ഇതിനകത്ത്. ഈ തോട്ടിനകത്ത്, ഈ ചാലിനകത്ത് ഒരു മീനോ ഞണ്ടോ ഒന്നും തന്നെ കാണാനില്ല. ഈ ജീവനില്ലാത്ത ഈ വെള്ളത്തിനകത്ത് കുളിച്ചതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ രോഗം വന്നു എന്നുള്ളതിൽ സംശയത്തെ ബലപ്പെടുത്തുന്നത്. നമുക്കറിയാം, നേരത്തെ എൻഡോസൾഫാൻ മേഖലയിൽ ആ മേഖല തെളിച്ച മേഖലകത്ത് പൂമ്പാറ്റയില്ല, പുൽച്ചാടികളില്ല എന്നുള്ളൊരു പഠനം നടത്തുന്നത്. അതേപോലെ തന്നെ ആലപ്പടമ്പിലത്തെ തോടുകളിൽ ആകെ തന്നെ താഴോളം ഈ മീനുകളില്ല, ഞണ്ടില്ല എന്ന് പൊതുവെ കാണുകയും നമുക്ക് നേരിട്ട് കണ്ടാൽ ബോധ്യപ്പെടുന്നതാണ്. ഇതിന് ആധികാരികമായൊരു ശാസ്ത്രീയമായ പഠനം നടത്തി എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് ബന്ധപ്പെട്ടവർ കണ്ടെത്തേണ്ടതാണ്. നമുക്കിപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനേ പറ്റൂ. മഴക്കാലത്ത് കുട്ടികൾ പതിവായി തോട്ടിൽ കുളിക്കാറുണ്ടെന്നും ആദ്യമാണ് ഇത്തരത്തിൽ ഒരനുഭവമെന്നും പരിസരവാസികൾ ഒന്നടങ്കം പറയുന്നു. ഈ നീരുറവ് ഒരിക്കലും പറ്റാത്തൊരു നീരുറയാണ്. ഇതിനകത്ത് വെച്ചിട്ടാണ് ഞങ്ങളെ വീട്ടിലുള്ളവർ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഈ പ്രദേശത്തുള്ളവരൊക്കെ അലക്കാനും മുമ്പ് കാലങ്ങളിൽ കുടിക്കാനും വരെ ഈ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊരിക്കലും എത്ര വേനൽ വന്നു കഴിഞ്ഞാലും ഈ വെള്ളം വറ്റിയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. ഈ വർഷം സംഭവം എല്ലാം ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളും ഞങ്ങളും എല്ലാവരും കുളിക്കുന്നത് ഈ വെള്ളത്തിൽ നിന്നാണ്. മഴക്കാലത്തിൻ്റെ ഇതിൻ്റെ പുറത്തെ കൂടെ, പാറപ്പുറത്തുകൂടി വെള്ളം ഒഴുകി വന്ന് ഇതിലെ നീർച്ചാലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു ചെറിയ തോടാണിത്. ഈ വർഷം ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ കുളിച്ച സമയത്ത്, ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പേ, കഴിഞ്ഞ ഞായറാഴ്ച കുളിച്ച സമയത്ത് എല്ലാ കുട്ടികൾക്കും വല്ലാത്ത ചൊറിച്ചൽ അനുഭവപ്പെട്ടു. എൻ്റെ മകന് മേക്കൊക്കെ തൊലിക്കൊക്കെ പൊങ്ങി വന്ന് നല്ല ഇത് വന്നിട്ടുണ്ട്, വലിയ പൊള്ളിച്ച വന്നിട്ടുണ്ട്. ഞാനിന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്. ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ കാരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 2 ദിവസം കൂടെ നോക്ക്, എന്നിട്ട് നമുക്ക് ഇതൊക്കെയായിട്ട് എന്താണെന്നുള്ളത് അന്വേഷിക്കുക, എന്താണ് കാരണം എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞങ്ങൾക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രദേശത്ത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഒരു ലാറ്റക്സ് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ എല്ലാ മാലിന്യങ്ങളും ഡയറക്റ്റായിട്ട് മുകളിൽ കൂടി ഒഴുകി ഈ വഴിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു സംശയം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. ധാരാളം മീനുകളും ഞണ്ടുകളും ഉണ്ടായിരുന്ന തോട്ടിൽ ഇപ്രാവശ്യം ഒരൊറ്റ ജലജീവി പോലും ഇല്ലെന്നും ഇതിൻ്റെ കാരണം അന്വേഷിക്കണമെന്നും സമീപവാസികൾ പറയുന്നു. തോടിന് തൊട്ടുമുകളിലെ വ്യവസായ മാലിന്യങ്ങൾ കാരണമാണോ തോട്ടിൽ മീനുകൾ ഇല്ലാതായതും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും എന്ന കാര്യം പഠന വിധേയമാക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കാങ്കോൽ. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്. ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.